യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ സാംസ്കാരിക കേന്ദ്രമെന്ന സ്ഥാനമുള്ള നഗരം ഷാർജ. UAE മാത്രമല്ല, 2014 അറബ് ലോകത്തിന്റെ ആകെ കൾച്ചറൽ ക്യാപിറ്റൽ എന്ന പദവി ഷാർജ നേടിയെടുത്തിരുന്നു. UAE ആദ്യത്തെ സ്കൂളും യൂണിവേഴ്സിറ്റിയും ലൈബ്രറിയും സ്ഥാപിതമായത് ഷാർജയിലാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ നഗരത്തെ പറ്റി ഒരു ധാരണ ലഭിക്കും. കരുത്തും മികവും ഒട്ടും കുറയാതെ ആ പാരമ്പര്യം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇവരിന്നും. UAE മിക്ക സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും ആസ്ഥാനം ഷാർജയിലാണുള്ളത്. 22ഓളം മ്യൂസിയങ്ങളും ഈ നഗരത്തിൽ പ്രവർത്തിക്കുന്നു. ഷാർജയാണ് സിറ്റി ടൂറിൽ ഇന്ന് നാം സന്ദർശിക്കുന്ന നഗരം. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ഷാർജ നഗരത്തിലെ പ്രധാനപ്പെട്ട 10 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ഷാർജ മോസ്ക്, തുടർന്ന് ഷാർജ എക്വസ്ട്രിയൻ ആൻഡ് റേസിംഗ് ക്ലബ്ബ്, അടുത്തത് യൂണിവേഴ്സിറ്റി സിറ്റി, പിന്നെ ഷാർജ അക്വേറിയം, തുടർന്ന് അൽ ഖസ്ബ കനാൽ, അടുത്തത് അൽ മജാസ് വാട്ടർ ഫ്രണ്ട്, അവിടെ നിന്നും അൽ നൂർ ഐലൻഡ്, പിന്നെ സെൻട്രൽ സൂക്ക്, തുടർന്ന് സൂക്ക് അൽ അർസ, അവസാനമായി ഷാർജ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് സിവിലൈസേഷൻ. ഷാർജ എമിറേറ്റിലെ ഏറ്റവും വലിയ ആരാധനാ കേന്ദ്രമാണ് നമ്മുടെ ആദ്യ ഡെസ്റ്റിനേഷൻ ഷാർജ മോസ്ക്. ഒട്ടോമൻ ഇസ്ലാമിക് ആർക്കിടെക്ചറിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള മനോഹര നിർമ്മിതി. മരുഭൂമിയിലെ വിശാലമായ കോമ്പൗണ്ടിലാണ് മോസ്ക്. പുൽത്തകിടികളും പൂന്തോട്ടങ്ങളും ഫൗണ്ടനുകളും നൽകി പരിസരം ഭംഗിയായി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ചക്രവാളത്തിൽ ഉയർന്നു നിൽക്കുന്ന മോസ്കിന്റെ ദൃശ്യം ഒരു മനോഹര കാഴ്ച തന്നെയാണ്. സൂര്യൻ അസ്തമിക്കുന്ന വേളയിൽ ഇത് കൂടുതൽ ഗംഭീരമാകുന്നു. അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ മോസ്ക് സന്ദർശിക്കുന്നതാവും ഉത്തമം. ഷാർജ എമിറേറ്റിന്റെ അഭിമാനമായ ഷാർജ മോസ്കിന്റെ നിർമ്മാണം 2019 പൂർത്തിയായത്. ആധുനികകാല നിർമ്മിതിയായതിനാൽ പാരമ്പര്യവും ആധുനികതയും ഒരുപോലെ മന്ദിരത്തിൽ സമന്വയിപ്പിച്ചിട്ടുണ്ട്. ഉയർന്നു നിൽക്കുന്ന മിനാരങ്ങളാണ് പുറം കാഴ്ചയിൽ ശ്രദ്ധേയമായ ഭാഗം. പിന്നെ നീല നിറത്തിലുള്ള താഴികക്കുടങ്ങളും. മുറ്റം നിറയെ ഡിസൈൻ വർക്കുള്ള ടൈൽ പാകി മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് മോസ്കിന്റെ ഗാംഭീര്യം ആവോളം ആസ്വദിക്കാം. അലങ്കാരങ്ങൾക്ക് ഉൾവശത്തും കുറവില്ല. സ്വർണം, വെള്ളി എന്നിവയെല്ലാം ഉപയോഗിച്ചാണ് ഇസ്ലാമിക് ശൈലിയിലുള്ള മോടി പിടിപ്പിക്കൽ നടത്തിയിട്ടുള്ളത്. സ്റ്റെയിൻ ചെയ്ത ജാലകങ്ങളിലൂടെ കടന്നുവരുന്ന പ്രകാശം ഈ സൗന്ദര്യം കൂടുതൽ മിഴിവിട്ടതാക്കുന്നു. ഇസ്ലാമിക് ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു ലൈബ്രറിയും ഇസ്ലാമിക് ചരിത്രം വിവരിക്കുന്ന മ്യൂസിയവും കൂടി മോസ്കിനൊപ്പം സ്ഥാപിച്ചിട്ടുണ്ട്. അറബ് ജനതയുടെ കുതിരയോട്ട ഭ്രമത്തെപ്പറ്റി നിങ്ങളിൽ പലർക്കും അറിവുണ്ടാകും. സാധാരണക്കാരുടെയും സമ്പന്നരുടെയും ഉന്നത ഭരണാധികാരികളുടെയും എല്ലാം പ്രധാനപ്പെട്ട വിനോദങ്ങളിൽ ഒന്നാണ് കുതിരയോട്ടം.
മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുതിരകളെ പരിശീലിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് ഇനി നാം സന്ദർശിക്കുന്നത്. ഷാർജ ഇക്വസ്ട്രിയൻ ആൻഡ് റേസിംഗ് ക്ലബ്ബ്. ഇവിടെ മികച്ച ഇനം കുതിരകളെ പരിപാലിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്ത് കുതിരയോട്ടത്തിൽ പങ്കെടുപ്പിച്ചു വരുന്നു. UAE-യിൽ മാത്രമല്ല, വിദേശങ്ങളിലേക്കും കുതിരകളെ മത്സരത്തിനായി കൊണ്ടുപോകുന്നുണ്ട്. കുതിരകളെ പരിശീലിപ്പിക്കുന്ന പലതരം ആക്ടിവിറ്റികൾ ഇവിടെ കാണാനാവും. യന്ത്രങ്ങളടക്കം പലതരം സംവിധാനങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നുമുണ്ട്. കുതിരപ്പുറത്തേറി ജോക്കികൾ അഭ്യസിക്കുന്നതാണ് മറ്റൊരു കാഴ്ച. സ്ത്രീകൾക്കും കുതിരയോട്ടം പഠിക്കാൻ ക്ലബിൽ സൗകര്യമുണ്ട്. മത്സരങ്ങളും ഇവിടെ പതിവാണ്. ദേശീയവും അന്തർദേശീയവുമായ ഹോഴ്സ് റേസിംഗ് കോമ്പറ്റീഷനുകൾ ഇതിൽ ഉൾപ്പെടും. ഷാർജ അറേബ്യൻ ഹോഴ്സ് ഫെസ്റ്റിവൽ, ഇന്റർനാഷണൽ അറേബ്യൻ ഹോഴ്സ് ഫെസ്റ്റിവൽ തുടങ്ങിയ ആഘോഷങ്ങളും ഇവിടെ വർഷം തോറും സംഘടിപ്പിച്ചു വരുന്നു. ഷാർജയുടെ സാംസ്കാരിക വളർച്ചയുടെ ഏറ്റവും മികച്ച ഉദാഹരണം യൂണിവേഴ്സിറ്റി സിറ്റി എന്ന എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് ആണെന്ന് പറയാം. ഒരുപക്ഷെ ഈ നഗരത്തിൽ നിങ്ങളെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്താൻ സാധ്യതയുള്ളതും ഈ സ്ഥാപനമായിരിക്കും. ആയിരക്കണക്കിന് ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുകയാണ് യൂണിവേഴ്സിറ്റി സിറ്റി. അതുകൊണ്ട് സിറ്റിക്കുള്ളിലെ സിറ്റി എന്ന വിശേഷണം സമുച്ചയത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രത്തലവന്റെ ആസ്ഥാനത്തേക്കോ ബൃഹത്തായ കൊട്ടാര കോമ്പൗണ്ടിലേക്കോ എത്തിയ പ്രതീതിയായിരിക്കും യൂണിവേഴ്സിറ്റി സിറ്റിക്കുള്ളിലേക്ക് കടക്കുമ്പോഴുണ്ടാവുക. പുൽത്തകിടികളും പൂന്തോപ്പുകളും നിർമ്മിച്ച് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള അതിവിശാലമായ ഭൂപ്രദേശം. വൃത്തിയുടെ കാര്യത്തിൽ അല്പം പോലും വിട്ടുവീഴ്ചയില്ല. ഇടയ്ക്കിടെ കൊട്ടാരം പോലെയോ അനുബന്ധ മന്ദിരങ്ങൾ പോലെയോ തോന്നിക്കുന്ന കെട്ടിടങ്ങൾ കാണാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, മ്യൂസിയങ്ങൾ, ലൈബ്രറി എന്നിവയെല്ലാം പ്രവർത്തിക്കുന്നത് ഈ ഗംഭീര മന്ദിരങ്ങളിലാണ്. പ്രസിദ്ധമായ വിദേശ സർവകലാശാലകൾ ഇവിടെ പഠന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. 100ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്യാമ്പസിൽ 50-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള അധ്യാപകരുമുണ്ട്. മെഡിക്കൽ സയൻസ് മുതൽ ബഹിരാകാശ ശാസ്ത്രം വരെയുള്ള വിഷയങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നു. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് മുന്തിയ പരിഗണന നൽകുന്നതിനാൽ ഒരു വിമൻസ് കോളേജും യൂണിവേഴ്സിറ്റി സിറ്റിയുടെ ഭാഗമായുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് ഷാർജയിലെ അക്വേറിയമാണ്. അത്യാധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ള ജലജീവി പ്രദർശന കേന്ദ്രം. 20ഓളം ടാങ്കുകളിലായി ഇവിടെ ജീവികളെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വ്യത്യസ്ത ആവാസ വ്യവസ്ഥകളായി അക്വേറിയങ്ങൾ വേർതിരിച്ചിട്ടുണ്ട്. സ്വാഭാവിക പരിസ്ഥിതിയുടെ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് ടാങ്കുകളുടെ നിർമ്മാണം. വലിയ ടാങ്കുകൾ ജീവികളുടെ സ്വതന്ത്രമായ സഞ്ചാരവും ഉറപ്പാക്കുന്നു. 150ഓളം വ്യത്യസ്ത സ്പീഷീസ് ജലജീവികളെ ഇവിടെ കാണാം. സ്രാവ്, തിരണ്ടി പോലെയുള്ള വലിയ ജീവികളും കൂട്ടത്തോടെ സഞ്ചരിക്കുന്ന ചെറിയ മത്സ്യങ്ങളുമെല്ലാം ഇതിൽ ഉൾപ്പെടും. വലിയ ടാങ്കുകളുടെ ഭാഗമായ അണ്ടർ വാട്ടർ ടണലുകൾ ഈ കാഴ്ചാനുഭവം കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നു. ജീവികളെ കാണുന്നതിനു പുറമെ രസകരമായ വിവിധതരം ആക്ടിവിറ്റികളും ഷാർജ അക്വേറിയത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
അപകടകാരികളല്ലാത്ത ജീവികളോട് അടുത്തിടപഴകാനും കൂടുതൽ മനസ്സിലാക്കാനും അക്വേറിയത്തിൽ അവസരം നൽകുന്നു. സ്നോർക്കലിംഗ് ആക്ടിവിറ്റിയാണ് അക്വേറിയത്തിൽ ആസ്വദിക്കാനാകുന്ന മറ്റൊരു വിനോദം. ഇനി നമുക്ക് അൽ ഖസ്ബ കനാലിന്റെ തീരത്തേക്ക് നീങ്ങാം. ഷാർജ നഗരത്തിലെ പ്രധാനപ്പെട്ട എന്റർടൈൻമെന്റ് സെന്ററുകളിൽ ഒന്നാണിവിടം. 1 കിലോമീറ്ററാണ് അൽ ഖാൻ ലഗൂണിനെയും ഖാലിദ് തടാകത്തെയും ബന്ധിപ്പിക്കുന്ന കനാലിന്റെ നീളം. കനാലിന്റെ ഇരുവശവും ഈന്തപ്പനകൾ വെച്ചുപിടിപ്പിച്ച് പ്രൊമനേഡായി വികസിപ്പിച്ചിരിക്കുകയാണ്. ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളും ഇടയിലൂടെ ഒഴുകുന്ന കനാലും പ്രൊമനേഡുമെല്ലാം ഇവിടെ മനോഹരമായ കാഴ്ചയായി മാറുന്നു. കനാലിന്റെ വശങ്ങളിൽ വോക്ക്വേകൾ പണികഴിപ്പിച്ചിട്ടുണ്ട്. ഈ പാതകളിലൂടെ നടക്കുമ്പോൾ വെനീസ് നഗരം മനസ്സിലേക്ക് കടന്നുവരും. ചിത്രപ്പണികളോടുകൂടിയ മനോഹരമായൊരു നടപ്പാലം കനാലിന് കുറുകെ കാണാം. അൽ ഖസ്ബ എന്ന് തന്നെ പേരുള്ള ഈ പാലത്തിൽ നിൽക്കുമ്പോൾ കനാലിന്റെയും ചുറ്റുവട്ട പ്രദേശങ്ങളുടെയും കൂടുതൽ വിശാലമായ കാഴ്ച സാധ്യമാകും. അൽ ഖസ്ബ കനാൽ തീരം ഒരു ഷോപ്പിംഗ് കേന്ദ്രം കൂടിയാണ്. പലതരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ ചുറ്റുമുള്ള കെട്ടിടങ്ങളിലുണ്ട്. വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, സുവനീറുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. എങ്കിലും റെസ്റ്റോറന്റുകളാണ് ഇവിടെ കൂടുതലും. മുറ്റത്ത് നിരത്തിയ കസേരകളിലിരുന്ന് കാഴ്ചകൾ കണ്ടും കുശലം പറഞ്ഞും ഭക്ഷണം കഴിക്കാം. രാത്രിയിൽ വൈദ്യുത വിളക്കുകൾ തെളിയുന്നതോടെ ഈ അനുഭവം കൂടുതൽ ആസ്വാദ്യകരമാവും. അതുകൊണ്ട് തന്നെ രാത്രിയിലാണ് ഇവിടെ തിരക്ക് കൂടുതൽ. വിന്റർ സീസണിൽ തിരക്ക് 10 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യും. കുട്ടികൾക്ക് കളിക്കാനായി പാർക്കുകൾ, രസകരമായ റൈഡുകൾ എന്നിവയൊക്കെ തീരത്ത് ഒരുക്കിയിട്ടുണ്ട്. തിയേറ്ററുകൾ, ആർട്ട് ഗ്യാലറികൾ, പലതരം ആക്ടിവിറ്റി സെന്ററുകൾ എന്നിവയും കനാലിന്റെ വശങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. ബോട്ടിംഗ് ആണ് കനാലിലെ രസകരമായ ആക്ടിവിറ്റി. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഷാർജയിൽ ഇനി നമ്മൾ സന്ദർശിക്കുന്നത് അൽ മജാസ് വാട്ടർ ഫ്രണ്ട് എന്ന ഉദ്യാനമാണ്. ഖാലിദ് തടാകത്തിന്റെ തീരത്തുള്ള പബ്ലിക് പാർക്ക്. നഗരവാസികളും ടൂറിസ്റ്റുകളും ഒരുപോലെ അൽ മജാസ് വാട്ടർ ഫ്രണ്ടിൽ എത്തുന്നുണ്ട്. പുൽത്തകിടികളും ഈന്തപ്പനകളും വച്ചുപിടിപ്പിച്ച് ഒരു പരമ്പരാഗത ഭാവമാണ് പാർക്കിന് നൽകിയിട്ടുള്ളത്. കൂടെ മനോഹരമായ ഫൗണ്ടനുകളും ഫ്ലവർ ബെഡുകളും അങ്ങിങ്ങായി സ്ഥാപിച്ചിരിക്കുന്നു. ഈ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് നടപ്പാതകളിലൂടെ നടക്കുകയെന്നതാണ് ഇവിടെ പ്രധാന ആക്ടിവിറ്റി. സൈക്ലിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ സൈക്കിൾ വാടകയ്ക്കെടുത്തും സഞ്ചരിക്കാം. വിശ്രമിക്കാനും ഒരുമിച്ചിരുന്ന് കുശലം പറയാനുമുള്ള ഇരിപ്പിട സൗകര്യങ്ങൾ പാർക്കിൽ പലയിടത്തായുണ്ട്. കെട്ടിടങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഷാർജ ഡൗൺ ടൗണിന്റെയും ഖാലിദ് തടാകത്തിന്റെയും ദൃശ്യങ്ങളാണ് തീരത്ത് നിൽക്കുമ്പോഴുള്ള പ്രധാന കാഴ്ച. രാത്രിയിൽ വിളക്കുകൾ തെളിയുന്നതോടെ ഈ കാഴ്ചകൾ അതിഗംഭീരമാകും. വിനോദത്തിനായി വിവിധതരം ആക്ടിവിറ്റികൾ അൽ മജാസ് വാട്ടർ ഫ്രണ്ടിൽ സജ്ജമാണ്. കുട്ടികൾക്കായുള്ള പാർക്കുകൾ, രസകരമായ റൈഡുകൾ, വാട്ടർ പാർക്ക്, ആംഫി തിയേറ്റർ, എക്സിബിഷൻ സെന്റർ എന്നിവയൊക്കെ അതിൽ ഉൾപ്പെടും.
ആംഫി തിയേറ്റർ പതിവായി കലാപരിപാടികൾ അരങ്ങേറുന്ന ഇടമാണ്. ഖാലിദ് തടാകം, ഖബ്സ കനാൽ, അൽഖാൻ ലഗൂൺ എന്നീ ജലാശയങ്ങളിലൂടെയുള്ള ബോട്ട് യാത്രയ്ക്ക് ഇവിടെ അവസരമുണ്ട്. പകലും രാത്രിയിലും വ്യത്യസ്തമായ അനുഭവമാണ് ബോട്ട് റൈഡ് സമ്മാനിക്കുന്നത്. പാർക്കിലെ ഏറ്റവും പ്രധാന ആകർഷണം തടാകത്തിൽ ഒരുക്കിയിട്ടുള്ള വാട്ടർ ഫൗണ്ടനാണ്. സംഗീതവും പ്രകാശവും ജലധാരയുമെല്ലാം ചേരുന്ന ഷോ ഒരു വേറിട്ട അനുഭവമായി മാറുന്നു. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഒരു ദ്വീപാണ്. ഖാലിദ് തടാകത്തിലുള്ള അൽ നൂർ ഐലൻഡ്. ഇതൊരു സംരക്ഷിത മേഖലയും അതോടൊപ്പം വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. വനസമാനമാണ് ദ്വീപ്. മിക്കയിടങ്ങളിലും ചെറുമരങ്ങളും ചെടികളും ഇടതിങ്ങി വളർന്നു നിൽക്കുന്നു. പൊതുവെ വരണ്ട പ്രദേശങ്ങളിൽ വളരുന്ന സ്പീഷീസുകളാണ് ഇവയെല്ലാം. ദ്വീപിനുള്ളിൽ 3.5 കിലോമീറ്റർ നീളത്തിൽ ബോർഡ് വാക്കുകൾ പണികഴിപ്പിച്ചിട്ടുണ്ട്. അതിലൂടെ നടന്ന് ദ്വീപിലെ കാഴ്ചകൾ മുഴുവനും കാണാനാവും. നഗരത്തിരക്കുകളിൽ നിന്ന് മാറി ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രകൃതിയുടെ പച്ചപ്പ് ആസ്വദിച്ചുകൊണ്ടുള്ള നടത്തം രസകരമായ അനുഭവം തന്നെയായിരിക്കും. നടപ്പാതയിൽ പലയിടങ്ങളിലായി വ്യൂ പോയിന്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. തടാകത്തിന്റെയും വമ്പൻ കെട്ടിടങ്ങൾ ഉയർന്നു നിൽക്കുന്ന നഗരത്തിന്റെയും ദൃശ്യങ്ങൾ ഇവിടെ നിന്നും കാണാം. ബട്ടർഫ്ലൈ ഹൗസ് എന്ന ശലഭ പാർക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചയാണ്. പ്രത്യേകം സജ്ജീകരിച്ച ഗ്ലാസ് നിർമ്മിതിക്കുള്ളിൽ വിവിധ നാടുകളിൽ നിന്നെത്തിച്ച വ്യത്യസ്ത ഇനം ശലഭങ്ങളെ സംരക്ഷിച്ചിരിക്കുന്നു. ഒരു കൃത്രിമ വനം പോലെ നിർമ്മിച്ച പാർക്കിനുള്ളിലൂടെ നടന്ന് ശലഭങ്ങളെ അടുത്തു കാണാനാവും. മോഡേൺ ആർട്ട് ഇൻസ്റ്റലേഷനുകളാണ് പാർക്കിന്റെ മറ്റൊരു സവിശേഷത. ഈ ഇൻസ്റ്റലേഷനുകൾ ഫോട്ടോഗ്രാഫർമാരുടെ ഇഷ്ട ഫ്രെയിമുകളാണ്. രാത്രി LED ലൈറ്റുകൾ പ്രകാശിക്കുന്നതോടെ ദ്വീപ് തികച്ചും വേറിട്ട മറ്റൊരു കാഴ്ചയായി മാറും. ദ്വീപിൽ നിന്നുള്ള കരയുടെ കാഴ്ചകളും ഗംഭീരമാണ്. റെസ്റ്റോറന്റുകൾ, കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളും അൽ നൂർ ഐലൻഡിൽ ഒരുക്കിയിട്ടുണ്ട്. അടുത്തതായി ഒരു സൂക്ക് സന്ദർശിക്കാം. ഷാർജയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷോപ്പിംഗ് കേന്ദ്രങ്ങളിൽ ഒന്നായ സെൻട്രൽ സൂക്ക്. UAE-യുടെ 5 ദിർഹത്തിന്റെ നോട്ടിൽ വരെ ഈ സ്ഥാപനം ഇടം പിടിച്ചിട്ടുണ്ട്. 1978-ലാണ് സെൻട്രൽ സൂക്കിന്റെ നിർമ്മാണം പൂർത്തിയായത്. അറബ് വാണിജ്യ പാരമ്പര്യത്തിന്റെ സ്മാരകമായി ഇത് നിലനിൽക്കണമെന്നായിരുന്നു അന്നത്തെ ഭരണാധികാരികളുടെ ആഗ്രഹം. അതുകൊണ്ട് പരമ്പരാഗത ശൈലിയിലാണ് സൂക്കിന്റെ രൂപകൽപ്പന. അറേബ്യൻ മന്ദിരങ്ങളുടെ ഭാഗമായ വിൻഡ് ടവറുകൾ, നീല ടൈൽ ഉപയോഗിച്ചുള്ള മോടി പിടിപ്പിക്കൽ എന്നിവയൊക്കെ സെൻട്രൽ സൂക്കിന്റെ സവിശേഷതകളാണ്. നീല ടൈലിന്റെ ഉപയോഗം കാരണം ബ്ലൂ സൂക്ക് എന്നൊരു വിശേഷണവും മാളിന് ലഭിച്ചിട്ടുണ്ട്. 600ഓളം സ്ഥാപനങ്ങളാണ് സെൻട്രൽ സൂക്കിൽ പ്രവർത്തിക്കുന്നത്. പരമ്പരാഗത വസ്ത്രങ്ങൾ വിൽക്കുന്ന സാധാരണ കടകൾ മുതൽ മോഡേൺ വസ്ത്രങ്ങൾ വിൽക്കുന്ന ബ്രാൻഡഡ് ഔട്ട്ലെറ്റുകൾ വരെ ഇവിടെയുണ്ട്. കൂടാതെ ആഭരണങ്ങൾ, സുവനീറുകൾ, ഇലക്ട്രോണിക്സ് എന്നിവയുടെ സ്റ്റോളുകളും. ടൂറിസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ മാളിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സുവനീർ ഷോപ്പുകളും മറ്റും ധാരാളം കാണാനാവും. നന്നായി വിലപേശി കുറഞ്ഞ തുകയ്ക്ക് ഇഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്നും വാങ്ങാം.
വേണ്ടതെന്തും ലഭിക്കുകയും ചെയ്യും. ഇനി ഒന്നും വാങ്ങാൻ താല്പര്യമില്ലെങ്കിൽ പോലും UAE-യുടെ വ്യാപാര സംസ്കാരം പ്രതിഫലിക്കുന്ന മോളിനുള്ളിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കുന്നത് രസകരമായ അനുഭവമാണ്. ഇനി മറ്റൊരു സൂക്ക് കൂടി കാണാം. സൂക്ക് അൽ അർസ. ഇതൊരു ചെറിയ സൂക്കാണ്. UAE-യിലെ ആദ്യത്തെ സൂക്ക് സ്ഥാപിച്ച സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ പാരമ്പര്യം കാഴ്ചവെക്കുന്ന സ്മാരകമായി ഇത് വികസിപ്പിച്ചിരിക്കുന്നു. മരുഭൂമിയിൽ നിന്നും ശേഖരിച്ച ശിലകൾ ബ്ലോക്കുകളായി ചെത്തിയെടുത്താണ് മന്ദിരത്തിന്റെ നിർമ്മാണം. മണ്ണും ചുണ്ണാമ്പും കുഴച്ചു ചേർത്ത് ഈ ബ്ലോക്കുകൾ കൂട്ടിയിണക്കിയിരിക്കുന്നു. സിമന്റ് പോലെയുള്ള നിർമ്മാണ വസ്തുക്കൾ പ്രചാരം നേടും മുമ്പ് ഈ രീതിയിലായിരുന്നു അറേബ്യൻ നാടുകളിൽ സൂക്ക് നിർമ്മിച്ചിരുന്നത്. പുറത്തു മാത്രമല്ല, ഉള്ളിലേക്ക് കടക്കുമ്പോഴും പരമ്പരാഗത രീതികളിൽ മാറ്റം വരുത്തിയിട്ടില്ല. തറയിൽ കല്ലാണ് പാകിയിട്ടുള്ളത്. ഈന്തപ്പന തണ്ടുകൾ തിരശ്ചീനമായി നിരത്തി മേൽക്കൂരയും ഒരുക്കിയിരിക്കുന്നു. ചൂടിനെയും തണുപ്പിനെയും ഒരുപോലെ പ്രതിരോധിക്കാൻ കഴിയുമെന്നതാണ് ഈ രൂപകൽപ്പനയുടെ പ്രത്യേകത. പുറത്ത് ചൂട് കൂടിയാലും ഉൾവശത്തെ താപനില പരിധി വിട്ട് ഉയരില്ല. അതുപോലെ ശൈത്യത്തിൽ പരിധിക്കപ്പുറം കുറയുകയുമില്ല. ഒരു പ്രകൃതിദത്ത എയർ കണ്ടീഷനിംഗ് സംവിധാനം എന്ന് തന്നെ പറയാം. പഴയകാലത്ത് കച്ചവടത്തിന് പുറമെ വ്യാപാര സംഘങ്ങൾക്ക് താമസിക്കാനും വിശ്രമിക്കാനുമുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ടൂറിസ്റ്റുകളാണ് അൽ അർസ സൂക്കിൽ കൂടുതലായി എത്തുന്നത്. അതുകൊണ്ട് സൂക്കിൽ പ്രവർത്തിക്കുന്നതിൽ ഭൂരിഭാഗവും സുവനീർ ഷോപ്പുകളുമാണ്. അറബ് സാംസ്കാരിക ചരിത്രം വിവരിക്കുന്ന മ്യൂസിയമാണ് അവസാനമായി നമ്മൾ കാണുന്നത്. ഷാർജ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് സിവിലൈസേഷൻ. ഇസ്ലാമിക് ശൈലിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള മ്യൂസിയം മന്ദിരമാകും ഇവിടെ എത്തുമ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ കണ്ണിൽപ്പെടുക. ഓരോ കോണും അതിഗംഭീരമായി അലങ്കരിച്ച് ആകർഷകമാക്കിയിട്ടുണ്ട്. മുകളിലെ സ്വർണ്ണ താഴികക്കുടം കൂടി ചേരുമ്പോൾ കെട്ടിടം ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയുടെ സൗന്ദര്യത്തിന് മകുട ഉദാഹരണമാകുന്നു. അറബ് സമൂഹം വിവിധ കാലങ്ങളിലായി കൈവരിച്ച നേട്ടങ്ങളും ലോകത്തിന് നൽകിയ സംഭാവനകളും ഷാർജ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് സിവിലൈസേഷനിൽ കണ്ടു മനസ്സിലാക്കാം. ശാസ്ത്രം, കല, വാസ്തുവിദ്യ എന്നിങ്ങനെ വിവിധ മേഖലകൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അറേബ്യൻ ഉപദ്വീപിലെ വരണ്ട പ്രദേശങ്ങളിൽ ജനജീവിതം വികസിക്കുകയും ഇന്നത്തെ നിലയിലേക്ക് പുരോഗമിക്കുകയും ചെയ്ത ചരിത്രം ഏറെ അറിവ് പകരുന്നതാണ്. അതിജീവനത്തിനായി ഇവർ കണ്ടെത്തിയ പലതരം ഉപകരണങ്ങളും യന്ത്രങ്ങളും പുറംനാട്ടുകാർക്ക് അത്ഭുത കാഴ്ചയായിരിക്കും. വാണിജ്യരംഗത്ത് അറബ് ജനത കൈവരിച്ച നേട്ടങ്ങൾ ഇവിടെ പരാമർശ വിഷയമാണ്. സമുദ്രത്തിലൂടെയും കരയിലൂടെയും ദീർഘദൂര യാത്രകൾ നടത്തിയിരുന്ന അവർ ദിശയും ദൂരവും അളക്കാൻ ഉപയോഗിച്ചിരുന്ന രീതികളും മറ്റും ഇവിടെ കണ്ടു മനസ്സിലാക്കാനാകും. അറബ് മേഖലയിൽ നിന്നുള്ള കരകൗശല വസ്തുക്കളാണ് ആർട്ട് വിഭാഗത്തിലുള്ളത്. മനോഹരമായ പരവതാനികൾ, ചിത്രങ്ങൾ എന്നിവയും ഇവിടെ കാണാം. അറബ് സാംസ്കാരിക നഗരമായ ഷാർജയിലെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനുകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു വന്നത്. വാണിജ്യത്തിനും ടൂറിസത്തിനും പ്രാധാന്യം നൽകുന്ന മറ്റ് UAE നഗരങ്ങളിൽ നിന്നും ഷാർജ എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്ന് ഈ യാത്രയിലൂടെ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകും. ഈ തനിമയാണ് ഷാർജയുടെ പ്രധാന സവിശേഷതയും. സാങ്കേതിക വിദ്യ കൊണ്ടും സമ്പത്ത് കൊണ്ടും
മറ്റ് നഗരങ്ങൾ ബഹുദൂരം മുന്നേറിയപ്പോൾ സാംസ്കാരിക വഴിയിൽ നേട്ടങ്ങൾ കൈവരിച്ച് ഷാർജയും ഒപ്പം സഞ്ചരിച്ചു. അങ്ങനെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെയും അറബ് ലോകത്തിന്റെ തന്നെയും സാംസ്കാരിക വളർച്ചയുടെ പ്രതീകമായി മാറിയിരിക്കുന്നു ഷാർജ നഗരം.